സ്വാഗതം. സയന ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം. എന്ത് സന്ദേശങ്ങളാണ് ഉറങ്ങുന്നതിന് മുമ്പ് മാലാഖമാർ താങ്കൾക്ക് തരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വിഷമപരമായിട്ടൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കുള്ളൊരു നിർദ്ദേശമാണ് ഞാൻ ചോദിക്കുന്നത്. 3 സന്ദേശങ്ങളാണ് ഞാൻ മാലാഖമാരോട് ചോദിക്കുന്നത്. പിന്നെ ഓവറോളായിട്ട് നമുക്ക് അവസാനം ഒരു ഔട്ട്കമ്മും കൂടി ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സന്ദേശങ്ങൾക്ക് ശേഷം ഔട്ട്കം എന്താണെന്ന് പറയാം. 3 സന്ദേശങ്ങൾ ഓഷോസൻ ടാരോ കാർഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡുകളാണ്. ആദ്യ സന്ദേശം എന്ന് പറയുന്നത് നത്തിങ്നെസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് 5 എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഇതിൽ ടോട്ടൽ ബ്ലാക്ക് ആണ് കാണുന്നത്. 5 എന്ന് പറയുന്ന എല്ലാ കാർഡുകളും ഒരു ക്രൈസിസിൻ്റെ കാർഡുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സന്ദേശം ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് ഈ കാർഡ് കണ്ടാൽ തന്നെ ആൾക്കാർ ഇരുട്ടാണ് കാണുന്നത്. അതായത് ഒരുപക്ഷെ ഒരു വ്യക്തത ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇരുട്ടിന് അടുത്ത് എന്താണ് പ്രഭാതമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശുഭപ്രതീക്ഷ നഷ്ടപ്പെടരുത് എന്നാണ് 5 എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്ന ഒരു ക്രൈസിസ് സ്റ്റേറ്റ് ആണ്. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് മെച്യൂരിറ്റി എന്ന് പറയുന്ന കാർഡാണ്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് പൂർണ്ണത എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. നമ്മൾ കിങ് എനർജി എന്നൊക്കെ പറയും. ഇത് കണ്ടറിയാൻ പറ്റും. വളരെ ഫ്ലവറിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാർഡ് നമുക്കൊരു സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആ ഒരു പോസിറ്റീവ് പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പോകരുത്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. നെഗറ്റിവിറ്റിയിലിരിക്കുന്ന ആൾ നെഗറ്റീവായി പോവും. മൂന്നാമത്തെ സന്ദേശം എന്താണ് നമുക്ക് തരുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് പോസ്റ്റ്പോൺമെൻറ്റ് എന്ന് പറയുന്ന സന്ദേശമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ചാടിക്കയറി ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് അത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3 മാലാഖ സന്ദേശങ്ങൾ എന്ന് പറയുന്നത്, 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്രൈസിസ് ഇതാണ്, പ്രതീക്ഷ കൈവിടരുത്. 2 എന്ന് പറയുന്നത് എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കുന്ന ദിവസം താങ്കൾക്ക് വരും. 3 എന്ന് പറയുന്നത് ഉടനെ ചെയ്യാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും. എന്ത് ഔട്ട്കമ്മാണ് നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് എക്സോഷൻ എന്ന് പറയുന്നൊരു കാർഡാണ്. എക്സോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം എന്ന് പറയുന്നൊരു കാർഡാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഇത് സഹനത്തിൻ്റെ കാർഡും പെർസിസ്റ്റൻസിൻ്റെ കാർഡുമാണ്. നമ്പർ 9 എന്ന് പറയുന്ന എനർജിയാണ്. നമ്പർ 9 എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് കുറേ നാളായിട്ടൊരു കാര്യം ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്ന ഒരാളുടെയാണ്. അപ്പോൾ താങ്കളുടെ പരിശ്രമം എന്തായാലും പരാജയപ്പെടില്ല. താങ്കൾക്ക് ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നാലും അന്തിമമായിട്ടൊരു വിജയം താങ്കൾക്ക് കാണും. 9 എന്ന് പറയുന്നത് വളരെ ഹൈ എനർജിയുള്ള കാർഡാണ്. അതൊരു വിജയത്തിൻ്റെ കാർഡാണ്. പക്ഷേ സഹനത്തിലൂടെ വിജയിക്കുന്നു എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ. എന്തായാലും വിജയിക്കാം. ആരും എളുപ്പത്തിൽ വിജയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ താങ്കൾക്കത് സാധിക്കും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.